ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനാൻസ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡാണ്. ബൈനാൻസ് നമുക്ക് ഇന്ത്യയിൽ ലീഗലായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോ ട്രേഡും അതേപോലെ ട്രാൻസ്ഫറും കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും കൂടിയാണ് ബൈനാൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതേപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, 4 മെത്തേഡ്സ് ഉണ്ട്. ആ 4 മെത്തേഡും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കാര്യങ്ങളെല്ലാം ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കണും കൂടി അമർത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ ബൈനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാവുന്നതാണ്. ഞാൻ മൊബൈലിലാണ് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ബൈനാൻസിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പ് സ്റ്റോറിലും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾ ബൈനാൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ബൈനാൻസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബൈനാൻസ് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ചോദിക്കുന്നുണ്ടാകും. ഐ ആം ന്യൂ ടു ക്രിപ്റ്റോ, ഐ ആം ഫെമിലിയർ വിത്ത് ക്രിപ്റ്റോ. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഐ ആം ന്യൂ ടു ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യലാണ്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം മെയിൽ ID ചോദിക്കുന്നുണ്ട്. മെയിൽ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഏതാണോ മെയിൽ ID നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു OTP വരും. ആ ഒരു OTP നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാകും. ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു ടൈറ്റ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്കായിരിക്കും വരുന്നുണ്ടാകുക. നമ്മുടെ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റെസിഡൻസിയും നാഷണാലിറ്റി എല്ലാം ഓൾറെഡി സെറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിജി ലോക്കറിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് പോയിട്ടുള്ളത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. വീണ്ടും കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ആധാറിൻ്റെ നമ്പറും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അവിടെ ആധാർ നമ്പറും കാര്യങ്ങളും അതേപോലെ ഒരു ക്യാപ്ചയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ ലിങ്ക്ഡ് ആക്കിയിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP പോവും. ആ ഒരു OTP നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാം. ഒരു പാൻ നമ്പറും കാര്യങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഫൈനാൻഷ്യൽ സർവീസ് കൊടുക്കുന്നുണ്ട്. ആനുവൽ ഇൻകം 12 to 25 കൊടുക്കാം. ആപ്ലിക്കേഷൻ അണ്ടർ റിവ്യൂവിലാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 30 minutes ആണ് അവർ ടൈം ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഹോം പേജിലേക്ക് പോവാം. ഓക്കെ, എന്തെങ്കിലും റിജക്ഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ മെയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിലിലേക്ക് എന്താണ് റിജക്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകുന്നതാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വീണ്ടും രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ കേസ് ഫെയിൽഡ് ആലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഹോമിലേക്ക് പോവാം. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. നമുക്കിപ്പം ബൈനാൻസിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന വെരിഫിക്കേഷൻ വെരിഫൈഡ് കാണിക്കുന്നുണ്ട്. അതേപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആഡ് പാസ് കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പാസ് കീയും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളിലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻസും കാര്യങ്ങളിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസറ്റ്സിലേക്ക് പോവാം. അസറ്റ്സിലേക്ക് പോയിട്ട് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ആഡ് ഫണ്ടിലേക്ക് വന്നാൽ നമുക്ക് 4 ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാകുക. ബൈ വിത്ത് INR P2P ഉണ്ട്, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ഉണ്ട്, റിസീവ് വിയ ബൈനാൻസ് പേ ഉണ്ട്, ബൈ വിത്ത് INR ഉണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത് ബൈ വിത്ത് INR കൊടുത്തിട്ടാണ്. ഇവിടെ എത്രയാണോ നമുക്ക് എമൗണ്ട് കൊടുക്കുക, 200 ആണ് മിനിമം നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 2000 രൂപയിലും ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 ക്ലിക്ക് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ട ക്രിപ്റ്റോ ചോദിക്കുന്നുണ്ട്, നിങ്ങളിവിടെ USDT കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഏതാണ് മെത്തേഡ് അതിൻ്റെ താഴെ ചോദിക്കുന്നുണ്ടാവും. UPI ക്ലിക്ക് ചെയ്യാം. ഇവിടെ UPI ഉണ്ട്, IMPC ഉണ്ട്, ലൈറ്റ്നിങ് UPI ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, വിസ കാർഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ UPI ക്ലിക്ക് ചെയ്യാം, കൺഫേം കൊടുക്കാം. അതിനുശേഷം പ്രിവ്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
പ്ലേസ് എ ഓർഡർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഓപ്ഷനിലേക്ക് പോയിട്ട് SMS വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതേപോലെ വിഡ്രോ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു 4 ഓപ്ഷൻസ് ഞാൻ ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാസ് കീ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാം, നമ്മുടെ പ്രൊഫൈലിലേക്ക് വരാം. ഈ ഒരു സെക്യൂരിറ്റീസിലേക്ക് വന്നിട്ട് പാസ് കീയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന എനേബിളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക വിഡ്രോ ചെയ്യുക എന്നുള്ള വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്.